അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മധുഗിരി ബെട്ടയിലേക്കാണ്. തുംകൂർ സൈഡിലോട്ടാണ്. കുറേ അധികം സ്ഥലങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ഇന്നൊരു വീക്കെൻഡ് റൈഡിന് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും വൺ ഡേ റൈഡ് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ളൊരു ചെറിയൊരു സീരീസ് പോലെ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ പ്ലേസാണ് ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിൽ. നമ്മളിപ്പോൾ പോകുന്നത് മധുഗിരി ബെട്ട അല്ലെങ്കിൽ മധുഗിരി ഫോർട്ട് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ അടുത്തുണ്ട്. 2.5 മണിക്കൂറിൻ്റെ യാത്ര ബൈക്കിൽ. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, പുള്ളിയുടെ വൈഫും ഉണ്ട്. നമ്മളീ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രെക്കിംഗ് ഒക്കെ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. വെയിലാകുന്നതിന് മുമ്പ് ചെന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങി വരാനുള്ള പ്ലാനിലാണ്. നമ്മളീ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറച്ചും കൂടി ചെന്നിട്ട് നമ്മൾ സിറ്റി ലിമിറ്റൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി സിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ചെയ്യാം. അങ്ങനെ വീണ്ടും ഒരു സൺറൈസ് ഹൈവേയിൽ വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തുംകൂർ നെലമംഗല റൂട്ടിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. മധുഗിരി ബെട്ട എന്ന് പറയുന്ന ഈ ഒരു ആക്ച്വലി അതൊരു ശരിക്കും ഒരു മലയാണ്. ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മോണോലിത്ത് ഹിൽ എന്നാണ് അറിയപ്പെടുന്നത് ആ ഒരു സ്ഥലം. അതായത് ഒരു വലിയൊരു പാറ, അതിൻ്റെ മുകളിലൊരു കോട്ട, അത്രയുള്ള സംഭവം. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ മോണോലിത്ത് ഹില്ലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മോണോലിത്ത് ഹില്ല് അതും ഈ കർണാടകയിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ശ്രാവണദുർഗ എന്ന് പറഞ്ഞൊരു ഹില്ലുണ്ട്. അപ്പോൾ അതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതെന്നാലും നമുക്ക് പിന്നീട് വേറൊരു അടിയിലേക്ക് കവർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മധുഗിരി ബെട്ടയിലേക്കാണ്. ഈ ഒരു സ്ഥലം ഒരുപാട് ചരിത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇതിന് മുകളിലുള്ളൊരു കോട്ടയുണ്ട്. ആ കോട്ട പണി കഴിപ്പിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാർ പണി കഴിപ്പിച്ച കോട്ടയാണത്. അതിനുശേഷം പിന്നീട് ഹൈദരലി, അതായത് ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ, അദ്ദേഹം ആ കോട്ട ആക്രമിച്ച് കീഴടക്കുകയുണ്ടായി. അതിനുശേഷത്തിന് ശേഷം ടിപ്പു സുൽത്താനുമാണ് ആ ഒരു കോട്ടയുടെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മറ്റെന്താണെന്ന് തോന്നുന്നു ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനായിട്ടുള്ള യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ട് ബ്രിട്ടീഷുകാർ ആ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം ഞാൻ അന്വേഷിച്ചെടുത്തോളം എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിന് ഏകദേശം 3800 അടി ഉയരമുള്ളൊരു മലയാണിത്. അതായത് ഒറ്റപ്പാറ, ആ പാറയുടെ സൈഡിൽ കൂടെ സ്റ്റെപ്പ് പോലെ കൊത്തി വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് കയറേണ്ടത്. കുറച്ച് റിസ്ക് ആണെന്നാണ് ഗൂഗിളിൽ ഞാൻ റിവ്യൂലൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവിടെ ആൾക്കാർ റിവ്യൂ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ നിന്നൊരു ലെഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് തൽക്കാലം ഇവിടെ ചവിട്ടിയിട്ട് ചായ വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഒരു ചായ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും അവരെത്തുമായിരിക്കും. അപ്പം നമുക്കൊരു ചായ കുടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. സൺറൈസൊക്കെ ഹൈവേയുടെ സൈഡിൽ നിന്ന് തന്നെ കണ്ടു. ഇനി ഏകദേശം 54 കിലോമീറ്റർ ആണുള്ളത്. 55 മിനിറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം ഇനി ഒരു 7:30 ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡീവിയേഷൻ എടുക്കുന്നത്. ഇതെടുത്തു, ഇവിടുന്ന് ലെഫ്റ്റ്, അതെങ്ങോട്ടുള്ള വഴിയാണ്? തിരുപ്പതി. നമുക്ക് ഇവിടെ മധുഗിരി 54 കിലോമീറ്റർ.
ഓൾ റൈറ്റ്. അപ്പം നമ്മൾ മധുഗിരി റൂട്ടിലോട്ട് കയറി. ഇനി 53 മിനിറ്റാണുള്ളത്. ആ റൂട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, ഏതായാലും പോയി നോക്കാം. അടിപൊളി റോഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ റോഡ്. ഗ്രാമങ്ങളൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. നമ്മൾ സമയത്തിന് 6:45. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ദേവരായന ദുർഗ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പണ്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മറ്റോ പോയിട്ടുണ്ടായിരുന്നു. വേറൊരു സ്ഥലമുണ്ട്, അത് ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററാണ്. ഈ റൂട്ടിൽ തന്നെയാണ്, DD ഹിൽസ് എന്ന് പറയും. അതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 100-120 കിലോമീറ്റർ ഉള്ളിൽ, പ്രത്യേകിച്ച് ഈ തുംകൂർ സൈഡിലോട്ടാണ് കുറേ അധികം സ്ഥലങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. ഒരു വീക്കെൻഡ് ട്രിപ്പ് വരാൻ പറ്റിയ രീതിയിലുള്ള 2-2.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ കഴിയും. അതിരാവിലെ പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് 10 മണി അല്ല 11 മണിയാകുമ്പോൾ തിരിച്ച് ബാംഗ്ലൂർ എത്താം. അതുപോലുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. എനിക്കൊന്ന് ഈ റോഡൊക്കെ ഈയിടെ ടാർ ചെയ്താൽ മറ്റാണ്. ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞ DD ഹിൽസിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത്. നമ്മളന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ നിർത്തിയൊരു കരിക്കൊക്കെ കുടിച്ചിട്ടാണ് പോയത്. ഈ ലെഫ്റ്റ് കാണുന്ന വഴിയാണ് DD ഹിൽസ്. നമ്മൾ സ്ട്രേറ്റ്. അപ്പോൾ ഇനി അടുത്ത ഏകദേശം 38 കിലോമീറ്റർ ഉണ്ട്. എനിക്കൊന്ന് റോഡൊക്കെ അടുത്തിടയ്ക്ക് ടാർ ചെയ്ത് തോന്നുന്നു. ഞാൻ മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇതിനു മുമ്പുള്ള ടൗണിലൊക്കെ അത്യാവശ്യം ഭയങ്കര പൊടിയൊക്കെ ആയിട്ട് റോഡൊന്നും അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. ഇപ്പം എന്താണെങ്കിലും അടിപൊളി ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇലക്ഷനൊക്കെ ആയപ്പോഴത്തേക്കും ടാർ ചെയ്തായിരിക്കണം. ഈ റൈറ്റ് സൈഡിലൊരു മലയുണ്ട്, ലെഫ്റ്റ് സൈഡിലൊരു മലയുണ്ട്. ഇതുപോലെ ഉള്ള കുന്നുകളാണ് ഇവിടെ മൊത്തം. അതായത് ഇങ്ങനെ ഒറ്റപ്പെട്ട തുരുത്ത് പോലെ കിടക്കുന്ന കുന്നുകൾ. പിന്നെ എല്ലാ കുന്നിൻ്റെ മുകളിലും ചെറിയ അമ്പലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഏതൊരു ബൈപ്പാസ് റോഡാണ് കേട്ടോ. അപ്പം നമുക്കിനി ഏകദേശം 10 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്, ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് സിംഗിൾ മോണോലിത്തിക് റോക്ക് സിറ്റി മധുഗിരി വെൽക്കംസ് യു. അങ്ങ് ദൂരെ നമുക്കൊരെണ്ണം കാണുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അതായിരിക്കണം. എന്താണല്ലോ ദാണ്ട് ആ കാണുന്ന കൂട്ട് മലകളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നിർത്തിയാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് കയറേണ്ട മല ആ കാണുന്നതാണെന്നാണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലത്തിന്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന കുന്ന്. മോണോലിത്തിക് റോക്ക്. AP രജിസ്ട്രേഷൻ ബസ്സൊക്കെ പോകുന്നുണ്ടല്ലോ. എനിക്കത് ഇവിടുന്ന് ആന്ധ്രാപ്രദേശൊന്നും വലിയ ദൂരമില്ലെന്ന് എനിക്ക് തോന്നുന്നു, അതിർത്തി. ആ പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇവിടെ കയറാനുള്ള സെറ്റപ്പാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ചെറിയ തകരാറ് പോലെ. ഇപ്പോൾ ഇവിടെയല്ല എൻട്രൻസ് ആക്ച്വലി. അവർ പറഞ്ഞ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ഓട്ടോ സ്റ്റാൻഡോ അങ്ങനെ എന്തോ ഉണ്ട്. അവിടുന്ന് നടന്ന് കയറി പോകണമെന്ന് പറയാം. സോ നമുക്ക് അത് പോയി കണ്ടുപിടിക്കാം. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ് കേട്ടോ.
ഓക്കെ, ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്. ഓക്കെ. മധുഗിരി ബെട്ട. ഇതിനകത്തേക്ക് വണ്ടിയും കൊണ്ട് കുറച്ച് ദൂരം കൂടെ പോകാമെന്നാണ് പറഞ്ഞത്. കൊള്ളാം. आधार कार्ड ಕೊಡಿ ಸರ್. ಓಕೆ. ಫೋನ್ ನಂಬರ್ ಹೇಳಿ. ಎಷ್ಟು ಒಬ್ಬರೇನಾ? ಹಾಂ, 3. 3 ಆದ್ಮಿ. ಹಾಂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പുള്ളിയുടെ അടുത്ത് നമ്മുടെ ആധാർ കാർഡ് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുന്നെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരാളുടെ കൊടുത്താൽ മതി. ഫോൺ നമ്പർ, ആധാർ ഡീറ്റെയിൽസ്, പിന്നെ എത്ര പേരുണ്ടെന്നൊക്കെ ഉള്ള ഒരു നോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞിട്ട് വേണം പോകാൻ. ഓക്കെ, നമ്മുടെ ട്രെക്കിംഗ് പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇപ്പം വണ്ടി ഇവിടെ നമുക്ക് ഒതുക്കാം. എല്ലാം അന്നത്തെ കാലത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ ശേഷിപ്പുകളാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഫോർട്ടിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാണുന്നതാണ് കോട്ട. നമുക്ക് ഈ മലയുടെ മുകളിലോട്ടാണ് കയറേണ്ടത്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി അധികം സമയം കളയാൻ നേരെ കയറിയേക്കാം. വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആദ്യത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ ഇത്രയ്ക്കും നല്ല സ്റ്റെപ്സൊക്കെ. അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങോട്ട് മാറും. അയ്യോ, ഇവിടെ തന്നെ കിതച്ച് തുടങ്ങി. താഴെ കാണുന്നതാണ് മധുഗിരി ടൗൺ. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടും തോന്നുന്നു. നമ്മളേതായാലും ഹൈക്കിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിയാറായി. ഇനി സെക്കൻഡ് ഫേസാണ്. സമയം 8 മണി ആയിട്ടുള്ളൂ. എന്നാലും നല്ല ചൂടുണ്ട്. നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ ഇടയ്ക്ക് തോന്നും തീർന്നെന്ന്. പക്ഷേ വീണ്ടും ഉണ്ട്. നല്ലപോലെ കിതയ്ക്കുന്നുണ്ട് കേട്ടോ. അതാണ് സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം. കണ്ടോ, ഇത് തീർന്നിട്ടില്ല. അങ്ങ് ആ കാണുന്ന അവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത്. അവസാനത്തെ സ്ട്രെച്ച് കുറച്ച് ടഫാണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്റ്റെപ്സ് ഒന്നുമില്ല. പാറയിൽ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചിട്ടേ ഉള്ളൂ.
എന്താണല്ലോ കയറുക തന്നെ. അപ്പോൾ മുമ്പോട്ട് പോയി നോക്കാം. ഇനിയുള്ള വഴികൾ ഇങ്ങനെയാണ് കേട്ടോ, മുകളിലോട്ട് ഒരു രക്ഷയുള്ള മോനെ. ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇതിനൊരു അവസാനമില്ലെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, ഇത് ലാസ്റ്റ് സ്ട്രെച്ച് ആയിരിക്കണേ. അയ്യോ, സി ഗൈസ്, നമുക്ക് അവിടെയാണ് ചെല്ലേണ്ടത്. എന്നാലും 17-ാം നൂറ്റാണ്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെയൊരു സംഭവം പണിഞ്ഞ രാജാക്കന്മാരെ സമ്മതിക്കാതെ വയ്യ. എൻ്റെ പൊന്നോ. നമ്മൾ ഏകദേശം മുകളിലെത്താറായി. ഇത് അവസാനത്തെ കുറച്ച് ഭാഗമാണ്. ഇവിടെ മാത്രമാണ് കുറച്ചൊരു റിസ്ക് ഉള്ളത്. ഈ സമയത്ത് അത്രയ്ക്കില്ല. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാറയൊക്കെ തെന്നി കിടക്കുമായിരിക്കും. എന്നാലും അവിടെ ഒരു ചെരുവുണ്ട്. എന്തായാലും പോയി നോക്കാം. തിരിച്ചിറങ്ങി വരുമ്പോഴാണ് സൂക്ഷിക്കേണ്ടതെന്ന് തോന്നുന്നു. ഈ ഒരു കൈവരി ഉള്ളതുകൊണ്ട് നമുക്ക് പിടിച്ച് പോകാം. ഏകദേശം മുകളിലെത്താറായി. കാണുന്ന ചെറിയ ചെറിയ വെട്ടുകളിൽ കൂടെ കാല് വെച്ചാണ് നമ്മൾ പോകുന്നത്. തിരിച്ചിറങ്ങി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ എങ്ങനെയാണെങ്കിലും ഹരിഹർ ഫോർട്ടിലൊക്കെ എങ്ങനെയായിരിക്കും എന്ന്. അയ്യോ, ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ലാസ്റ്റാണെന്ന്. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്നവർ പറഞ്ഞത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. പക്ഷെ അത് റിസ്ക്കാണ്, ഗ്രിപ്പ് കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് കയറി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. എൻ്റെ മോനെ, ഇതാണ് നമ്മൾ വന്നത്. അതിലെയാണ്. എൻ്റെ മോനെ, എത്ര പൊക്കത്തിലാണെന്നറിയോ. പിന്നെ അന്നത്തെ രാജാക്കന്മാർ പീരങ്കിയൊക്കെ ഇവിടെയായിരുന്നു വെച്ചിരുന്നെന്ന് തോന്നുന്നു. ശത്രുക്കളെ കോട്ട ആക്രമിക്കാൻ വന്നാൽ ഇവിടെ നിന്ന് വെടിവെക്കും. ഇവിടെ നേരെ നോക്കി കഴിഞ്ഞൊരു ഗ്രൗണ്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് മുകളിലോട്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ നല്ല സ്റ്റെപ്സ് ഒന്നുമില്ല. എന്നാലും കയറുക തന്നെ. എനിക്കെന്തിൻ്റെ കേടായിരുന്നോ എന്തോ. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് കയറാം. അയ്യോ ഗൈസ്, ഇവിടെ വരുന്നൊരു ആവശ്യത്തിന് വെള്ളം കൈ കരുതിക്കണം. ഒരു കുപ്പി വെള്ളം പോലും എടുക്കാതെ കയറി വന്നത്. ഞാനിപ്പം പത വന്ന് ഇവിടെ തണലിലിരിക്കുകയാണ്. ആ കാണുന്നതാണ് എൻ്റെ ടോപ്പ്. ഏകദേശം എത്താറായി. അത് മൊത്തം കയറണം വേണ്ടത് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇതിൽ നമ്മൾ മേളിലെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ഇത് കുറച്ച് ഡേഞ്ചറാണ്, സൂക്ഷിച്ച് കയറണം. നമ്മൾ ഇത്രയും ഉയരത്തിലാണ്. ഞാൻ കയറുന്നില്ലെന്ന് വെച്ചു. എന്തോ കുറച്ച് റിസ്ക്കിയാണ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ട്രെക്കിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത്രയും വരുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ താഴോട്ടിറങ്ങാം. ഏകദേശം 1.5 മണിക്കൂർ എടുത്തോട്ടെ ഇതിൻ്റെ മുകളിലെത്താൻ. ഇതാണ് ലാസ്റ്റ് ഫോർട്ട്. ഇതിനകത്തൂടെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ റിസ്ക് എടുക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ഇനി നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. കയറുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് തിരിച്ചിറങ്ങാൻ. ഈ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യണം.
ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞതുകൊണ്ടോ അതിൻ്റെ മുകളിൽ വരെ കയറായിരുന്നു. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കയറാത്തത്. ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കയറായിരുന്നു. കുഴപ്പമില്ല, ഇനി എന്തെങ്കിലും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ട്രെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചിറങ്ങി വന്നിട്ട് കുറച്ചധികം നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ നമ്മൾ റോഡിലോട്ട് കയറിയിട്ട് ഞാൻ പറയാം. കുറച്ചധികം പറയാനുണ്ട്. $17 അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക. നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. ട്രെക്കിങ്ങിന് വരാൻ താല്പര്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ആദ്യത്തെ കാര്യം അതിരാവിലെ തന്നെ വരിക. ഇവിടെ രാവിലെ 5 മണിയാകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും. അതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ നേരത്തെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 മണിയെങ്കിലും ആകുമ്പോൾ എത്താൻ നോക്കുക. നല്ല വെയിലാണ് അല്ലെങ്കിൽ. ഇപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 7:30 കഴിഞ്ഞ്. അപ്പോൾ 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം ചൂടായി തുടങ്ങിയായിരുന്നു. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ വെള്ളം കരുതുക. അതായത് ഇപ്പം ഒരാൾ മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കരുതുക. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഇല്ലാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ അവസാനത്തെ ഒരു 150 മീറ്ററും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു, അത് ഞാൻ കയറിയില്ല. അതിൽ ചെറിയൊരു നിരാശയുണ്ട്. അപ്പോഴത്തേക്കും ശരിക്കും ടയർഡായിപ്പോയിരുന്നു. ടയർഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം പോലും ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ കാണിച്ചത്. എന്നിട്ട് ഞാൻ അത്രയും കയറി ചെന്നു. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ മെയിൻ. കയ്യിൽ വെള്ളം, ആവശ്യത്തിന് വെള്ളം കരുതുക, അതിരാവിലെ എത്തുക. ഒരു 6 മണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 2 മണിക്കൂറെങ്കിലും, അതായത് പതിയെ റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ കയറി പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അടുത്ത് എന്താണെങ്കിലും എടുക്കും മേളിൽ ചെല്ലാൻ. നമ്മൾ പോകും തോറും അതിൻ്റെ ഡിഫിക്കൽട്ടി കൂടിക്കൂടി വരും. അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പാറയാണ്, കുന്നാണത്. അപ്പം ഞാൻ ആദ്യമേ ചെന്ന് കയറുമ്പോഴത്തേക്ക് ആദ്യമേ കുറച്ച് ദൂരം നല്ല സ്റ്റെപ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതായത് നമ്മൾ ഓരോ ഫേസ് പോലെയുണ്ട്. ഫസ്റ്റ് ഫേസ് അത്യാവശ്യം ഈസിയാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് വരുമ്പോൾ കുറച്ചൊന്ന് ടഫാകും. കഴിഞ്ഞ് തേർഡ് ഫേസ് വരുമ്പോഴത്തേക്കും പിന്നെ അത്യാവശ്യം നല്ല ടഫാകും. ഫോർത്ത് ഫേസ് എന്ന് പറയുന്നതാണ് ഞാൻ അവസാനം ഞാൻ കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ പാറയിലൂടെ വലിഞ്ഞു കയറി പോകണം. ചെറിയതായിട്ട് അവിടെ ഇവിടെയൊക്കെ മറ്റേ സ്റ്റെപ്പ് പോലെ കൊത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ മാക്സിമം സമയമെടുത്ത് ഇരുന്നും മുട്ടിലഴിഞ്ഞൊക്കെ കയറി പോകുന്ന ടൈപ്പിലൊക്കെയാണ് ചില ഏരിയയിലൊക്കെ. ഏറ്റവും അവസാനത്തെ ആ ഒരു സ്ട്രെച്ചിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് കയറുന്നത് ആക്ച്വലി ഒരു 15 മീറ്റർ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മേളിലോട്ട് കയറുന്നു. പക്ഷേ അവിടെ ഭയങ്കര റിസ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കൂടെ വന്നവരൊക്കെ പകുതിക്ക് വെച്ച് തന്നെ നിർത്തിയായിരുന്നു. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചെറിക്കാൻ പോലും ഒന്നുമില്ല, നേരെ താഴോട്ടായിരിക്കും. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ നമ്മുടെ ട്രെക്കിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ ടഫായിരുന്നു. നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് എന്തോ അത്രയ്ക്ക് വലിയ ടഫായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് അത് കയറാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അത്യാവശ്യം എക്സ്പീരിയൻസ്. ഞാൻ ട്രെക്കിങ്ങിൻ്റെ അത്രയ്ക്ക് താല്പര്യമുള്ള ആളല്ല, ട്രെക്കിങ് അങ്ങനെ അധികം ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതെന്ന് പറഞ്ഞൊരു എക്സ്ട്രീം ട്രെക്കിംഗ് ആണ്. പക്ഷേ അത്യാവശ്യം എന്താ പറയുന്നത്, മോഡറേറ്റ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഈ ഫോർട്ടിലേക്കുള്ള ട്രെക്കിങ്. അപ്പോൾ നമ്മളിപ്പോൾ സമയം 11:30, നമ്മൾ തിരിച്ചു പോവാണ്.
ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നും ഇല്ല. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്തണം. രാവിലെ ഫുഡൊന്നും കഴിക്കാതെയാണ് പോയി മല കയറിയത്. ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ബാംഗ്ലൂരിൽ നിന്ന് വൺ ഡേ റൈഡൊക്കെ വരാൻ പറ്റിയ ഒരു കിടില സ്പോട്ട്. പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ, അതിരാവിലെ വരിക. പിന്നെ മഴക്കാലത്ത് ഇവിടെ കയറുന്നത് കുറച്ച് റിസ്ക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നിയൊക്കെ കിടക്കുമായിരിക്കും. ചില ഒരു ലെവൽ കഴിഞ്ഞിട്ട് തേർഡ് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചു കയറാനുള്ള കൈവരികളൊന്നുമില്ല. നമ്മൾ പാറയിലൂടെ അള്ളിപ്പിടിച്ചൊക്കെ കയറി പോകേണ്ടി വരും. അപ്പോൾ മഴക്കാലത്ത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ മാക്സിമം ഈ ഒരു സമയത്ത് അതിരാവിലെ വന്നിട്ട് ട്രെക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റൈഡിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയ റൈഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.